കെറോസിൻ ക്രീക്കിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ഗ്രീൻ ലേക്ക് കണ്ട് അങ്ങനെ അവിടെ സൈഡാക്കി. എങ്ങനെയുണ്ട് എന്നാ? ഗ്രീൻ കളർ അല്ലേ? ഗ്രീൻ ലേക്ക്. ആവി പൊന്തുന്നുണ്ടോ എന്നാ അവിടെ? വെള്ളത്തിൽ ചൂട് പൊന്തുന്നുണ്ടോ? ഉണ്ടോ? ചൂട് വെള്ളമാണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയേ. ഇവിടെ ടച്ച് ചെയ്ത് നോക്കിയേ. ഹോട്ടല്ലേ? ഉണ്ടോ? ചൂട് ആവി പൊന്തുന്നുണ്ടോ അവിടെ? അങ്ങ് ലാസ്റ്റിൽ കണ്ടോ? കണ്ടോ? ആവി പൊന്തുന്നുണ്ടോ ലാസ്റ്റില്? അങ്ങ് ലാസ്റ്റിൽ ആവി പൊന്തുന്നുണ്ടോ? ആവി ആവി അതാ പറഞ്ഞ തെർമല്. ആ മഡ്പൂളിന്റെ അടുത്തെത്തി. കുറെ പേര് നിന്ന് കാണുന്നുണ്ട്. വണ്ടി പാർക്ക് ചെയ്തു. to 80 degree. ഭൂമിയുടെ ഉള്ളിൽ നിന്ന് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന മഡ്പൂൾ. ഇവിടെ ഒരു ഏരിയ മുഴുവനും ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുക. നല്ല സൾഫർ സ്മെല്ലും ഉണ്ട്. എത്ര ഡിഗ്രി? 80 ഡിഗ്രി അല്ലേ? 80 ഡിഗ്രി. 80 ഡിഗ്രി നോക്കി. ഈ അഗ്നിപർവ്വം പൊട്ടിയതല്ലേ പണ്ട് ഇവിടെ? അങ്ങനെയല്ലേ സംഭവം? ഇതിനുള്ള തീർച്ചയുണ്ടോ? എന്തോ ഇതിൻ്റെ ഒക്കെ ആയിരിക്കും ചൂടിങ്ങനെ നല്ല ചൂടായി നിൽക്കുന്നത്. മക്കള് വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. സ്കിന്നൊക്കെ കളഞ്ഞ് റെഡിയാക്കി. കൈ സൂക്ഷിക്കണേ. ഈ കാണുന്നതാണ് കെറോസിൻ ക്രീക്ക്. ഇതിൽ അത്യാവശ്യം നല്ല ചൂടുവെള്ളമാണ്. ശ്രദ്ധിച്ചാൽ ഇതിൽ ആവി പൊന്തുന്നത് കാണാം. ഒരുപാട് ആളുകൾ ഈ വെള്ളത്തിലിറങ്ങി സമയം ചെലവഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വെള്ളത്തിലിറങ്ങിയില്ല. പിള്ളേരൊക്കെ ടയേർഡായിരുന്നു. മാത്രമല്ല ഹുക്ക ഫാൾസ് റിവർ ക്രൂയിസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എത്താൻ വൈകുന്നത് കൊണ്ടാണ് പിന്നെ ആരും വെള്ളത്തിലിറങ്ങാതിരുന്നത്. അങ്ങനെ വീണ്ടും
ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു. ടോപ്പോ ലക്ഷ്യമാക്കിയാണ് യാത്ര.